നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഇടപാടിന് കൂടുതൽ ഇളവ്. നോട്ട് പ്രതിസന്ധി തുടരുന്നതിനിടെ കർഷകർക്കും വ്യാപാരികൾക്കും കൂടുതൽ ഇളവുമായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 25,000 രൂപ വരെ ഒരാഴ്ച പിൻവലിക്കാം. കാർഷികോൽപ്പന്ന സമിതിയിൽ രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് ആഴ്ചയിൽ 50,000 രൂപ പിൻവലിക്കാനും അനുമതി. കാർഷിക വായ്പാ ഇൻഷുറൻസുകളുടെ അടവിനും കൂടുതൽ സമയം. വിവാഹ ആവശ്യങ്ങൾക്കായി വ്യക്തികൾക്ക് അക്കൗണ്ടിൽ നിന്ന് 2.5 ലക്ഷം വരെ പിൻവലിക്കാം. അതേസമയം 4,500 രൂപ വരെ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാമെന്ന നിർദ്ദേശം 2,000 ആക്കി ചുരുക്കിയും കേന്ദ്ര നടപടി. സഹകരണത്തിലെ പൊല്ലാപ്പ്. സഹകരണ ബാങ്കുകൾക്ക് നോട്ട് മാറ്റലിനും നിക്ഷേപങ്ങൾക്കും ഇളവ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ബോധപൂർവം ശ്രമം നടത്തുന്നു. വൻ കള്ളപ്പണ നിക്ഷേപം സൊസൈറ്റികളിൽ ഉണ്ടെന്ന വാദം അസംബന്ധമെന്നും പിണറായി വിജയൻ. അതേസമയം തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തൊഴിലാളികളുടെ ശമ്പളം ജില്ലാ കളക്ടർ വഴി വിതരണം ചെയ്യാൻ തീരുമാനം. കേന്ദ്ര നടപടി സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള വിതരണത്തെ ബാധിക്കുമെന്നും ആശങ്ക. നോട്ട് പിൻവലിക്കലിലൂടെ സംസ്ഥാനത്തുണ്ടായത് വൻ നഷ്ടമെന്നും മുഖ്യമന്ത്രി. ഒരാഴ്ചയായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന നികുതി വരുമാനത്തിലുണ്ടാക്കിയത് 2,000 കോടിയുടെ നഷ്ടം. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിലും ബുദ്ധിമുട്ട്. പ്രശ്നപരിഹാരത്തിന് കേന്ദ്രവുമായി ചർച്ചകൾ തുടരുമെന്നും സംസ്ഥാന സർക്കാർ. പാർലമെന്റിൽ പ്രതിഷേധം. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിൽ കലങ്ങി പാർലമെന്റിന്റെ ഇരുസഭകളും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം ആവശ്യപ്പെട്ട് കക്ഷി നേതാക്കൾ. കറൻസി പരിഷ്കരണത്തിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് പ്രസ്താവന നടത്തിയേക്കും. അതേസമയം എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന BJP. സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. നോട്ട് പിൻവലിക്കൽ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും കേന്ദ്ര സർക്കാർ. സക്കീർ കീഴടങ്ങി. കൊച്ചിയിൽ കൊട്ടേഷൻ കേസ് പ്രതിയായ CPM നേതാവ് സക്കീർ ഹുസൈൻ പോലീസിന് കീഴടങ്ങി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ രാവിലെ 8 മണിയോടെ എത്തിയ സക്കീറിന്റെ കീഴടങ്ങൽ മാധ്യമപ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ച് നാടകീയമായി. സക്കീറിനെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. കേസിനെ തുടർന്ന് ഒളിവിലായിരുന്ന സക്കീർ ഹുസൈനെ സംരക്ഷിക്കുന്നത് പാർട്ടി തന്നെയെന്ന ആക്ഷേപങ്ങളെ തുടർന്ന് സമ്മർദ്ദം ശക്തമായ പശ്ചാത്തലത്തിലാണ് കീഴടങ്ങൽ. സക്കീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കീഴടങ്ങാൻ ഉത്തരവിട്ടിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2,860 രൂപ, പവൻ 22,880 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.